തൃശ്ശൂർ MG റോഡിലുള്ള സർബത്ത് കടയിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 7-ാം തീയതി രാത്രി 11:45 കൂടിയാണ് ഈ മോഷണം നടന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ സാധാരണഗതിയിൽ ഈ കടയൊക്കെ സർബത്ത് കടയൊക്കെ തന്നെ രാത്രി 12 മണി വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മാടക്കത്ര സബ് സ്റ്റേഷനിൽ വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. അങ്ങനെ തൃശ്ശൂർ നഗരം മുഴുവൻ പൂർണ്ണമായും ഇരുട്ടിലാവുകയും ചെയ്തു. ആ ഒരു സമയത്താണ് ഈ സർബത്ത് കടയുടെ അകത്തേക്ക് മോഷ്ടാവ് എത്തിയത്. പക്ഷേ ആ സമയവും CCTV ക്യാമറകൾ ഉണർന്നു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. CCTVയിൽ കൃത്യമായി ആ കടയുടെ പുറകിലെത്തിയ ഒരു യുവാവ്, ഒരു 25 വയസ്സിൽ താഴെ മാത്രം പ്രായമാണ് തോന്നിക്കുക. ഈ യുവാവ് കടയുടെ പുറകിൽ ആദ്യം എത്തുന്നു. അതിനുശേഷം നേരെ ഈ കടയ്ക്കുള്ളിലേക്ക് കടന്ന് ഈ ഷട്ടർ ഉയർത്തിയ ശേഷം അതിൽ ഒരു ബക്കറ്റ് വെച്ച് ഷട്ടർ താങ്ങി നിർത്തി അതിനുള്ളിലേക്ക് ഇഴഞ്ഞ് കയറി അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നതിന് ശേഷം അകത്ത് ഈ സർബത്ത് കടയുടെ ഉടമ തൊട്ടടുത്ത ദിവസം ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി ഏകദേശം 1 ലക്ഷത്തോളം രൂപ അവിടെ ഈ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്നു. ഈ ഷെൽഫ് അതിവിദഗ്ധമായി അതിൻ്റെ പൂട്ട് തുറന്നതിന് ശേഷം ആ പണം കൃത്യമായി എടുത്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ ഈ കടയിൽ തന്നെ ഈ ഷെൽഫിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ മറ്റൊരിടത്ത് ടാബ്ലറ്റുകളും അതുപോലെ തന്നെ 15,000 രൂപയിലധികം ഈ വിലയുള്ള വാച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും തന്നെ മോഷ്ടാവ് എടുത്തില്ലെന്ന് മാത്രമല്ല, കൃത്യമായി പണം മാത്രം കൊണ്ടുപോവുകയും ചെയ്തു. ഈ പണം ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ഈ കൃത്യം നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ എന്നുള്ള സംശയമാണ് ഈ കടയുടമയ്ക്കും കടയിലുണ്ടായിരുന്നവർക്കും എന്തായാലും ഉള്ളത്. തുറന്ന് നോക്കിയപ്പോൾ ആ മേശ പൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊക്കെ ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല. ക്യാഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ടാബ് കുറേ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതൊന്നും പോയിട്ടില്ല. ക്യാഷ് എടുക്കാനായിട്ട് വന്ന പോലെയാണ് അത് എടുത്തു പോയത്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കൃത്യമായി പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. സ്ഥിരമായി മോഷണം നടത്തുന്ന ആരുമല്ല ഇത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. അതേസമയം തന്നെ കൃത്യമായി CCTVയിൽ ഈ മോഷ്ടാവിൻ്റെ മുഖം പതിഞ്ഞതിനാൽ തന്നെ ഈ മോഷ്ടാവിനെ കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.